കഴിഞ്ഞ 14 വർഷമായി യുഎസിലെ സെന്റ് പാട്രിക് ദേവാലയത്തിലെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന 55-കാരനായ കെവിൻ റെയ്ലി എങ്ങനെയാണ് പൗരോഹിത്യത്തിലേക്ക് എത്തപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ആഗോള ശ്രദ്ധ നേടുന്നത്. ഒരു വൈദികനായി അഭിഷിക്തനാകുന്നതിന് മുൻപ് അമേരിക്കയിലെ വാഷിങ്ടണിലും സാൻ ഫ്രാൻസിസ്കോയിലുമെല്ലാം ഹോട്ടൽ ബോയായും വെയ്റ്ററായുമെല്ലാം ജോലി ചെയ്ത ഒരു ചരിത്രമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ തൊഴിലുകളിലൂടെ കടന്നുപോയ അവസ്ഥയിലെ ഒരു പോയിന്റിൽ വെച്ച് ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ, അവിടുത്തെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അവിടുത്തെ ശുശ്രൂഷ ചെയ്യാനായി മുന്നോട്ടുള്ള ജീവിതം സമർപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിനം നടന്ന ഒരു ചടങ്ങിൽ ദിവ്യബലി മധ്യേയുള്ള പ്രസംഗത്തിൽ വെച്ചായിരുന്നു ഫാദർ റെയ്ലി തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് വിശ്വാസികളോട് പറയുന്നത്. ആഴ്ചയിൽ 3-4 ദിനം പല ജോലികൾ ചെയ്ത് അധ്വാനിച്ച് ഒഴിവു ദിനത്തിൽ അതെല്ലാം ചിലവാക്കിയിരുന്ന ഒരു കാലം വീണ്ടും ഇതേ രീതികൾ പിന്തുടരുന്നു. വൈദികൻ പറഞ്ഞു, യാതൊരു പുതുമയുമില്ലാതെ ഒരേപോലെ ഓടിക്കൊണ്ടിരുന്ന റെയ്ലിയെ മാറ്റിമറിച്ചതിന് കാരണക്കാരനായത് അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെയാണ്. അമ്മ വർഷങ്ങൾക്ക് മുൻപ് നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം റെയ്ലി വായിക്കാനിടയായി. ആ പുസ്തകം റെയ്ലിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അന്ന് റെയ്ലി പൊട്ടിക്കരഞ്ഞു. ഇത്രയും കരുണയുള്ള ദൈവത്തെ താൻ എത്ര വൈകിയാണ് കണ്ടെത്തിയത് എന്ന് ചിന്തിച്ചായിരുന്നു അദ്ദേഹം കരഞ്ഞത്. ഇനി മുൻപോട്ടുള്ള തൻ്റെ ജീവിതം യേശുവിനായി മാറ്റിവെക്കാമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹം ഒരു വൈദികനായി അഭിഷിക്തനായത്. ഇന്ന് നിരവധി യുവാക്കൾക്കും പ്രായമായവർക്കും മാർഗദർശിയും വഴികാട്ടിയുമാണ് ഫാദർ റെയ്ലി.